ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് സിനിമ ഫാക്ട്സ് നോക്കാം. സിനിമയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഫാക്ട്സ്. സിനിമയും പോപ്‌കോണും, ദ പോപ്‌കോൺ എഫക്റ്റ്. നിങ്ങൾ സിനിമ കാണുമ്പോൾ പോപ്‌കോൺ കഴിക്കുന്നത് വിശന്നിട്ടല്ല. ഇതൊരു സൈക്കോളജിക്കൽ കണ്ടീഷനിംഗ് ആണ്. ഇരുട്ടുള്ള തിയേറ്ററിൽ വലിയ സ്ക്രീനിൽ ചലിക്കുന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ മസ്തിഷ്കം ഒരുതരം ഓട്ടോ പൈലറ്റ് മെഡിക്കിലേക്ക് അല്ലെങ്കിൽ ഒരു മോഡിലേക്ക് മാറുന്നു. ഒരു സ്വിച്ച് ചെയ്തിട്ട് മാറുന്നു. അപ്പോൾ കൈകൾ അറിയാതെ തന്നെ പോപ്‌കോൺ പാത്രത്തിലേക്ക് പോകും. സിനിമ ബോറാണെങ്കിൽ പോലും നമ്മൾ പോപ്‌കോൺ തിന്നു തീർക്കുന്നു. നിശബ്ദതയുടെ പവർ, എ ക്വിറ്റ് പ്ലേസ്. ഈ സിനിമയിൽ ശബ്ദം കുറവായതുകൊണ്ട് പ്രേക്ഷകർ പോലും തിയേറ്ററിൽ പോപ്‌കോൺ കഴിക്കാനോ സംസാരിക്കാനോ പേടിച്ചിരുന്നു. ഇതിനെ സോഷ്യൽ കൺഫോമിറ്റി എന്ന് വിളിക്കുന്നു. സിനിമയിലെ കഥാപാത്രങ്ങൾ അനുഭവിക്കുന്ന അതേ പേടി ഭയത്തിൻ്റെ സൈക്കോളജി പ്രേക്ഷകരിലേക്കും പടരുന്ന രീതിയാണ് ഇതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹീറോയുടെ വസ്ത്രധാരണത്തിലെ സൈക്കോളജി. പല സിനിമകളിലും നായകൻ മാനസികമായിട്ട് തളരുമ്പോൾ അയാളുടെ വസ്ത്രത്തിൻ്റെ നിറം മങ്ങുന്നതോ ഇരുണ്ടതോ ആയി മാറും. അയാൾക്ക് വിജയം ലഭിക്കുമ്പോൾ വസ്ത്രങ്ങൾ കൂടുതൽ തെളിച്ചമുള്ളതാകും. ഇത് പ്രേക്ഷകരുടെ ഉപബോധ മനസ്സിനെ, സബ് കോൺഷ്യസ് മൈൻഡ് സ്വാധീനിക്കാൻ വേണ്ടിയാണ്. നമ്മൾ അറിയാതെ തന്നെ നായകൻ്റെ മാനസികാവസ്ഥയോട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു.